ഒരു കല്യാണം നടത്തി പുലിവാല് പിടിച്ച CPM വിവാഹം എന്ന് തന്നെ നമുക്ക് പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. 100%. അത് വിവാഹമല്ല, ശരിക്കും പറഞ്ഞാൽ PR വർക്കിന് വേണ്ടി നടത്തിയ CPM നടത്തിയ ഒരു കാട്ടിക്കൂട്ടൽ. പക്ഷേ അത് ഇത്രയും വലിയ വെട്ടിലാക്കുമെന്ന് അവർ പോലും ഒരു പക്ഷേ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുകയില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വനിതാ സംവരണ ബില്ലിലൊക്കെ സംഭവിച്ചതുപോലെയുള്ള ഒരു വല്ലാത്ത ഒരു കുടുക്കിൽ തന്നെയാണ് ഇതൊരു വല്ലാത്ത കുടുക്ക് തന്നെയാണ്, രക്ഷയില്ലാത്ത കുടുക്ക്. അത് ഇവിടെ കേരളത്തിൽ ഭരണമുള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അത് എത്ര നാൾ എന്നുള്ളത് കൂടി കണ്ടറിയണം. മധ്യപ്രദേശ് പോലീസ് ഇവിടെ എത്തി. മധ്യപ്രദേശ് പോലീസ് എത്തിയപ്പോൾ ഈ നമ്മുടെ പോലീസ്, കേരള പോലീസ് ഒരു സഹകരണവും നടത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. മാത്രമല്ല, ഈ കുട്ടി എവിടെ എന്നൊരു ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല. അതെ, എന്തായാലും ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹ നടത്തിപ്പിൽ വെട്ടിലായിട്ടുണ്ട് CPM. ഈ ശ്യാം സൂചിപ്പിച്ചതുപോലെ മധ്യപ്രദേശ് പോലീസ് ഇവിടെ എത്തി, പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പെൺകുട്ടിയെയും ഫർമാൻ ഖാനെയും അന്വേഷിച്ച് കൊച്ചിയിലെത്തിയ മധ്യപ്രദേശ് പോലീസിന് കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായ സഹകരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ പെൺകുട്ടിക്ക് പോലീസ് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. മിഥുൻ അയ്യപ്പൻ നൽകും വിവരങ്ങൾ. മിഥുന്, ഇതിൽ 2-3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. ഈ പെൺകുട്ടിയെ പറ്റി ഇപ്പോഴും ഒരു വിവരവും പോലീസിന്റെ കയ്യിലില്ലേ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നേരത്തെ തന്നെ നിയമവിദഗ്ധര്, അഡ്വക്കേറ്റ് അഭിഭാഷകരും ഒപ്പം തന്നെ മുൻ പോലീസ് മേധാവി TP സെൻകുമാർ സാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിന് കൂട്ടുനിന്ന സംസ്ഥാന സെക്രട്ടറി, രാജ്യസഭാ MP A റഹീം, ഒപ്പം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി V ശിവൻകുട്ടി, മറ്റ് CPI നേതാക്കൾ, ഇവരൊക്കെ കുറ്റക്കാരാണ്. ആ തരത്തിലേക്ക് എന്തെങ്കിലും നടപടി, ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ ഇതുവരെയെങ്കിലും കേരള പോലീസ് സാധിക്കുന്നുണ്ടോ? ഇത് അന്വേഷിച്ചെത്തിയ മധ്യപ്രദേശ് പോലീസിനോടുള്ള നിലപാടെന്താണ്? മധ്യപ്രദേശ് പോലീസ് കേരളത്തിലെത്തിയിട്ട് ഇപ്പോൾ 5 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ യാതൊരു വിധത്തിലുള്ള സഹായമോ സഹകരണമോ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മധ്യപ്രദേശ് പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 5ാം ദിവസവും തെരച്ചിലുമായി മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ അതിനൊരു അന്ത്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മധ്യപ്രദേശ് പോലീസ് കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാതെ തിരിച്ചു പോകില്ല എന്നുള്ളത് തന്നെയാണ്. യാതൊരു വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും പോലീസിൻ്റേത് ലഭിക്കുന്നില്ല എന്നുള്ളതിനൊപ്പം തന്നെ പെൺകുട്ടിക്ക് ഇത്തരത്തിൽ പെൺകുട്ടിക്കും അതുപോലെ തന്നെ ഫർമാൻ ഖാനും ഒരു രാഷ്ട്രീയ സംരക്ഷണം ഇവിടെ ലഭിക്കുന്നു എന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിൽ രാഷ്ട്രീയ സംരക്ഷണത്തിൽ തന്നെയായിരുന്നു, CPMൻ്റെ സംരക്ഷണത്തിൽ തന്നെയായിരുന്നു അത്തരത്തിലൊരു വിവാഹം നടന്നത്. ആ വിവാഹം ആണ് ഇപ്പോൾ അത് ഒരു പ്രായപൂർത്തിയാകാത്തതിനെ തുടർന്ന് റദ്ദ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചി പോലീസിനെ സമീപിച്ചിരുന്നു. പക്ഷേ അതിലൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു നിലപാട് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് സംരക്ഷണം നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് ഒരു തീർച്ച അവർ നൽകിയിട്ടില്ല. ഒരുപക്ഷെ അത് മറ്റൊരു വിധത്തിൽ സംരക്ഷിക്കുന്നുണ്ടായിരിക്കാം എന്നുള്ളത് സംശയിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എറണാകുളത്ത് തന്നെയാണ് പെൺകുട്ടി തുടരുന്നത് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ടവർ ലൊക്കേഷനാണ് പലപ്പോഴായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സ്കോട്ട്ലൻഡ് പോലീസിനെ സമാനമായി വിശേഷിപ്പിക്കുന്ന കേരള പോലീസ് നൽകിയിരിക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ളൊരു മറുപടി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും മധ്യപ്രദേശ് പോലീസിനെ സംബന്ധിച്ച് ചില ആളുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇവർക്ക് താമസം ഒരുക്കിയിരുന്ന സഹായികൾക്കാണ്, അവരുടെ സുഹൃത്തുക്കൾക്ക് ഈ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ ഹാജരാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. പക്ഷേ ആ നിർദ്ദേശത്തെ മുഖവിലയ്ക്ക് എടുക്കാതെയാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ചില നിയമ നടപടികൾക്ക് പോകാനുള്ളൊരു സാധ്യതയും പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള ഹൈക്കോടതിയെയും അതുപോലെ തന്നെ മധ്യപ്രദേശ് ഹൈക്കോടതിയെയും സമീപിച്ച് ഈ പോക്സോ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള FIR റദ്ദാക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഒരു
രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയും എല്ലാം, രഹസ്യമൊഴി നൽകാനുള്ള ഒരു സാധ്യതയും എല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നൽകുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായും പോലീസിൻ്റെ നിസ്സഹകരണം, അതുപോലെ തന്നെ അവരുടെ ഒരു രാഷ്ട്രീയ സംരക്ഷണം, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ സംരക്ഷണം ഈ പെൺകുട്ടിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെൺകുട്ടിക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു പോക്സോ കേസ് പ്രതിക്ക് കൂടി ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പക്ഷേ 5 ദിവസമല്ല, തുറന്നുള്ള ദിവസങ്ങളിലും കേരളത്തിൽ തന്നെ തുടരാൻ തന്നെയാണ് മധ്യപ്രദേശ് പോലീസിൻ്റെ നീക്കം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെൺകുട്ടിയുടെ മൊഴിയെടുക്കാതെ മടങ്ങിപ്പോകില്ല. പ്രതിയായിട്ടുള്ള ഫർമാൻ ഖാനെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ഉണ്ട്. ഹൈക്കോടതിയുടെ ഒരു നീക്കമുണ്ട്. ആ ഒരു നീക്കത്തെ മുൻനിർത്തിയാണ് പോലീസ് ഫർമാൻ ഖാന്റെ അറസ്റ്റിലേക്ക് നീങ്ങാത്ത ഒരു സാഹചര്യം ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കേരള പോലീസ് നൽകുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ സംരക്ഷണത്താലും അതുപോലെ തന്നെ പോലീസിൻ്റെ നിസ്സഹകരണവും മൂലം ഇപ്പോൾ മധ്യപ്രദേശ് പോലീസിന് കാര്യമായ നടപടിയിലേക്ക് കടക്കാൻ ഇപ്പോൾ കേരളത്തിൽ സാധിച്ചിട്ടില്ല. യെസ് മിഥുൻ, കൃത്യമാണ് വിശകലനം. എന്താ ഈ കേരള പോലീസ് ചെയ്യുന്നത്? അത് മാത്രമല്ല, നമ്മുടെ കേരള പോലീസ് നമ്മൾ പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ പലരും പ്രതിക്കൂട്ടിലാകുന്ന സ്ഥിതിയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരള പോലീസ് അത്ര വലിയ മോശം പ്രകടനം കാഴ്ചവെക്കുന്നവരല്ല. മികച്ച ഒരുപാട് ഉദ്യോഗസ്ഥരുള്ളവരാണ്. അവർക്ക് വേണമെങ്കിൽ വെച്ചാൽ പിടികൂടാനുള്ള സമയമായി എന്നുള്ളത് മാത്രവുമല്ല, ഇത് ഇന്നും ഇന്നലെ ഉണ്ടായ ആരോപണമൊന്നും അല്ലല്ലോ, അല്ലേ? നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ച കാര്യങ്ങൾ പിന്നീട് അത് തെളിഞ്ഞു എന്നുള്ളത് മാത്രമേ. ജലൻ ടിവി ഇത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. BHP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ, അതിൽ ശ്രീ അനിൽ വിളയിലിന്റെ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ കൃത്യമായി തന്നെ ഈ നിമിഷം എടുത്തു പറയേണ്ടതാണ്. കാരണം അദ്ദേഹം ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ വരെ കൃത്യമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. അന്നൊക്കെ വലിയ രീതിയിൽ തന്നെ ഇത് കേരള സ്റ്റോറി സാർ, ഇത് റിയൽ കേരള സ്റ്റോറി സാർ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊക്കെ അങ്ങനെ ആരോപണം വരുമ്പോൾ ക്ഷമയെ അപ്പോൾ ശരിക്കും ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. കാരണം പ്രായപൂർത്തിയാക്കാത്ത ഒരു പെൺകുട്ടിയാണ് എങ്കിൽ ആ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം കേരളത്തിലേക്ക് വരില്ല. ആ കുട്ടി ഇവിടേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അതിന് തീർച്ചയായും അതിന് പിന്നിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഈ വിവാഹ നടത്തിപ്പിന് ചുക്കാൻ പിടിച്ചവരടക്കം കുടുങ്ങേണ്ട സാഹചര്യം അതിക്രമിച്ചു. ഇതിൽ നമുക്ക് പറയാനുള്ളത്, കേരളം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഓരോ കാട്ടിക്കൂട്ടലുകൾ കാരണം നമ്മുടെ നാടാണ് വലിയ രീതിയിൽ തന്നെ ചീത്തപ്പേരുണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അതിന്മേൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നില്ല. ഒടുവിൽ കൃത്യമായ തെളിവുകൾ പുറത്തു വന്നപ്പോഴാണ് ഒരു ചെറുവിരലെങ്കിൽ പറഞ്ഞാൽ അത് എന്തൊരു നിരുത്തരവാദപരമായ സമീപനമാണ്, അല്ലേ? കാരണം പ്രായപൂർത്തിയാകാത്ത ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ശരിക്കും അതൊരു ശൈശവ വിവാഹമാണ് നടന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരയാക്കപ്പെട്ട ആ പെൺകുട്ടി എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊടുക്കേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായും മധ്യപ്രദേശ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടൽ സജീവമാക്കിയിട്ടുണ്ട്, ശക്തമാക്കിയിട്ടുണ്ട് എന്നതാണ്. കേരള പോലീസ് ഒളിച്ചു കളിക്കും എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം.